entity bean. അടുത്ത കാറ്റഗറി ഓഫ് ബീൻ ആണ് entity bean. ഇപ്പോൾ നമ്മൾ പറഞ്ഞു EJB സ്പെസിഫിക്കേഷനിൽ രണ്ട് തരത്തിലുള്ള ഒബ്ജക്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ കമ്പോണൻസിൻ്റെയൊക്കെ ഒബ്ജക്ട്സിനെയാണ് ക്ലയൻറ്റ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ രണ്ട് തരത്തിലുള്ള ഒബ്ജക്ട്സിനെ EJB സ്പെസിഫിക്കേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ട്രാൻസിയൻറ്റ് ആൻഡ് പെർസിസ്റ്റൻ്റ് ഒബ്ജക്ട്സ്. അത് രണ്ട് തരത്തിലുള്ള കമ്പോണൻസ്, അതായത് പെർമനൻ്റ് ആയിട്ടുള്ളതും ടെമ്പററി ആയിട്ടുള്ളതും. അതിൽ ട്രാൻസിയൻറ്റ് ഒബ്ജക്ട്സ് ആണ് സെഷൻ ബീൻസ് എന്ന് പറയുന്നത്. ദെൻ പെർസിസ്റ്റൻ്റ് ഒബ്ജക്ട്സ് ആണ് entity bean എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് entity bean എന്ന് പറഞ്ഞാൽ? entity bean represent persistent data storage. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ സെർവർ സൈഡിൽ നമുക്കൊരു പെർസിസ്റ്റൻ്റ് ഡാറ്റ സ്റ്റോറേജ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു ഡാറ്റാ ബേസ് ഉണ്ടായിരിക്കും. എന്തിനാണ്? നമ്മുടെ പെർമനൻ്റ് ഡാറ്റയെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. സോ ആ സ്റ്റോർ ചെയ്ത ഡാറ്റയെ, അതിനെ പെർമനൻ്റ് ഡാറ്റ അല്ലെങ്കിൽ പെർസിസ്റ്റൻ്റ് ഡാറ്റ എന്ന് പറയും. ആ പെർസിസ്റ്റൻ്റ് ഡാറ്റയെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് entity beans ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ entity beansലൂടെയാണ് നമുക്ക് ഈ പെർസിസ്റ്റൻ്റ് ഡാറ്റയെ ആക്സസ് ചെയ്യാനും അതിൽ സർട്ടൻ ആക്ഷൻസ് പെർഫോം ചെയ്യാനും അതിനെ റീട്രൈവ് ചെയ്യാനും പറ്റുന്നത്, ത്രൂ ദിസ് entity beans. അതുകൊണ്ടാണ് നമ്മൾ entity beansനെ പെർസിസ്റ്റൻ്റ് ഡാറ്റയുടെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം. entity bean എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they represent persistent data storage. ഓക്കെ, എന്തുകൊണ്ടാണ്? നമ്മുടെ പെർസിസ്റ്റൻ്റ് ഡാറ്റ സ്റ്റോറേജിനെ അല്ലെങ്കിൽ ഡാറ്റാ ബേസിലെ ഡാറ്റയെ ആക്സസ് ചെയ്യുന്നത് entity beansലൂടെ ആയിരിക്കും. അപ്പോൾ കൂടുതൽ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാനൊക്കെ സെഷൻ ബീൻസിന് ഡയറക്റ്റ്ലി ഈ ഡാറ്റാ ബേസിലോട്ട് ആക്സസ് പ്രൊവൈഡ് ചെയ്യില്ല. അപ്പോൾ ത്രൂ ദിസ് entity beans ആയിരിക്കും സെഷൻ ബീൻസ് ഡാറ്റയെ ആക്സസ് ചെയ്യുന്നത്. സോ ദീസ് ആർ പെർസിസ്റ്റൻ്റ് ഒബ്ജക്ട്സ്. അപ്പം ട്രാൻസിയൻറ്റ് ഒബ്ജക്റ്റ് ഏതാണ്? സെഷൻ ബീൻ. പെർസിസ്റ്റൻ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് entity bean. So the user data can be saved to a data store using this entity beans, and later this data can be retrieved from the database in the entity bean. അപ്പം entity bean യൂസ് ചെയ്തിട്ട് ഡാറ്റാബേസിലേക്ക് പെർമനൻ്റ് യൂസർ ഡാറ്റയെ സേവ് ചെയ്യാനും ലേറ്റർ ഈ ഡാറ്റയെ ആക്സസ് ചെയ്യാനും ഈ entity bean യൂസ് ചെയ്ത് പറ്റും. Then entity bean represents specific data or collections of data. So it is a representation of persistent data maintained in a permanent data store such as a database. അപ്പോൾ ഈ entity beans എന്ന് പറയുന്നത് ട്രാൻസാക്ഷനിലാണ്, ആൻഡ് ദേ ആർ ഓൾസോ റീകവറബിൾ ഇൻ ദ ഇവന്റ് ഓഫ് എ സിസ്റ്റം ക്രാഷ്. അതേസമയം സെഷൻ ബീൻ അങ്ങനെയല്ല, ക്രാഷ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് റീകവറബിൾ അല്ല. ഓക്കെ, പക്ഷേ സെഷൻ ബീൻ entity beans അങ്ങനെയല്ല, ദേ ആർ റീകവറബിൾ. ദെൻ ദ entity bean ഓൾറെഡി കുറേ മെത്തേഡ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ അത് കുറേ മെത്തേഡ്സിനെ കൂടി പ്രൊവൈഡ് ചെയ്യും. എന്തിനാണ്? ഫോർ ആക്ടിങ് ഓൺ ദിസ് ഡാറ്റ. അപ്പോൾ പെർസിസ്റ്റൻ്റ് ഡാറ്റാ സ്റ്റോറിലുണ്ട്. ആ ഡാറ്റാ സ്റ്റോറിലെ ഡാറ്റയിൽ പെർഫോം ചെയ്യാൻ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ആക്ഷൻസ് പെർഫോം ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്പറേഷൻസ് എവിടെ ഉണ്ടാവും? entity beanൽ ഉണ്ടാവും. entity beanൽ മെത്തേഡ്സിൻ്റെ രൂപത്തിൽ ഉണ്ടായിരിക്കും. ദ entity bean methods provide operations for acting on data represented by bean. അപ്പോൾ ആ ബീൻ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഡാറ്റാ സ്റ്റോറിലുള്ള ആ ഡാറ്റയെ ആക്സസ് ചെയ്യാൻ, അതിൽ സർട്ടൻ ആക്ഷൻസ് പെർഫോം ചെയ്യാനുള്ള മെത്തേഡ്സും ഈ entity beanലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. സോ ആൻ entity bean is persistent and survives as long as its data remains in the database. ഇനി ഈ entity beanനെ രണ്ട് തരത്തിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് ബൈ ദ ഡയറക്റ്റ് ആക്ഷൻ ഓഫ് എ ക്ലയൻറ്റ് ഇൻ വിച്ച് എ ക്രിയേറ്റ് മെത്തേഡ് ഈസ് കോൾഡ് ഓൺ ദ ബീൻസ് ഹോം ഇൻ്റർഫേസ്. അപ്പം ബീനിൻ്റെ ഹോം ഇൻ്റർഫേസ് അല്ലേ, നമ്മൾ റെഫറൻസ്, പുതിയ ഇൻസ്റ്റൻസിലേക്കുള്ള റെഫറൻസ് കിട്ടാനായിട്ട് ഉപയോഗിക്കുന്ന ഹോം ഇൻ്റർഫേസ്, അതിൽ ക്രിയേറ്റ് മെത്തേഡ് കോൾ ചെയ്യുന്നതോടു കൂടി ചിലപ്പോൾ ഒരു പുതിയ ഒരു ഡാറ്റാബേസിൽ ആഡ് ആവാം, അല്ലെങ്കിൽ ഒരു പുതിയ ബീൻ ക്രിയേറ്റഡ് ആവാം. അല്ല എങ്കിൽ രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് ബൈ സം അതർ ആക്ഷൻ ദാറ്റ് ആഡ്സ് ഡാറ്റ ടു ദ ഡാറ്റാബേസ്, എന്തെങ്കിലും ടൈപ്പ് ഓഫ് ബീനിലെ സം ടൈപ്പ് ഓഫ് ആക്ഷൻ ദാറ്റ് കോസസ് ആഡിങ് ഓഫ് ഡാറ്റ ഇൻ ദ ഡാറ്റാബേസ്. അപ്പോൾ ഇങ്ങനെ രണ്ട് തരത്തിലാണ് നമുക്ക് ഈ entity beanനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്.
ഇനി ഈ എൻറ്റിറ്റി ബീൻ തന്നെ രണ്ട് തരത്തിലുണ്ട്. കണ്ടെയ്നർ മാനേജ്ഡ് പെർസിസ്റ്റൻസും ബീൻ മാനേജ്ഡ് പെർസിസ്റ്റൻസും. അതായത് എൻറ്റിറ്റി ബീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ സ്റ്റോറേജ്, അത്രേ ഉള്ളൂ. ഡാറ്റ സ്റ്റോറേജ് അല്ലെങ്കിൽ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ രണ്ട് തരത്തിലുള്ള എൻറ്റിറ്റി ബീൻസ് ഉണ്ട്, CMP ആൻഡ് BMP. CMP എന്ന് പറയുമ്പോൾ കണ്ടെയ്നർ മാനേജ്ഡ് പെർസിസ്റ്റൻസ്. കണ്ടെയ്നർ മാനേജ്ഡ് പെർസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ കണ്ടെയ്നർ ആയിരിക്കും ഡാറ്റ സ്റ്റോറിങ്ങും റീട്രൈവൽ, അതായത് ഡാറ്റ സ്റ്റോറിങ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ റെസ്പോൺസിബിലിറ്റിയും കണ്ടെയ്നറിന് ആയിരിക്കും, EJB കണ്ടെയ്നറിനായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കണ്ടെയ്നർ ബിൽറ്റ് ഓൺ ദ ടോപ്പ് ഓഫ് എ റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം, ഒരു RDMSൻ്റെ ഓൺ ദ ടോപ്പിൽ ബിൽഡ് ചെയ്തിരിക്കുന്ന കണ്ടെയ്നർ ആണെങ്കിൽ അതൊരു എക്സാമ്പിൾ ആണ്, കണ്ടെയ്നർ മാനേജ്ഡ് പെർസിസ്റ്റൻസ്. അപ്പോൾ ആ കണ്ടെയ്നർ ആയിരിക്കും ഡാറ്റ സ്റ്റോറിങ് പോലുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള എല്ലാ ഡാറ്റ സ്റ്റോറേജ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടെയ്നറിൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും. ദെൻ രണ്ടാമത്തത് എന്ന് പറയുന്നത് ബീൻ മാനേജ്ഡ് പെർസിസ്റ്റൻസ്. ബീൻ മാനേജ്ഡ് പെർസിസ്റ്റൻസ്. ബീൻ മാനേജ്ഡ് പെർസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഡാറ്റ സ്റ്റോറേജ്, അതിലേക്കുള്ള ആക്സസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബീൻ തന്നെയായിരിക്കും ചെയ്യുന്നത്. അതായത് ആ ബീനിനുള്ളിൽ തന്നെ ഡാറ്റ സ്റ്റോറേജിനും ഡാറ്റ ആക്സസിനുമുള്ള കാര്യങ്ങൾ, അതിനുള്ള കോൾസൊക്കെ ബീനിനുള്ളിൽ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ ബീൻ മാനേജ്ഡ് പെർസിസ്റ്റൻസ് ആണെങ്കിലോ the implementer of an entity bean stores and retrieves the information managed by the bean through direct database calls. അപ്പോൾ ഡയറക്റ്റ് ഡാറ്റാബേസ് കോൾസ് ആയിരിക്കും ചെയ്യുന്നത്. ബീനിനുള്ളിൽ വെച്ച് തന്നെ, ബീനിനുള്ളിൽ നിന്ന് തന്നെ ആയിരിക്കും ഡാറ്റാബേസ് കോൾസ് ചെയ്യുന്നത്. അതായത് ഡാറ്റ റിലേറ്റഡ് ആയിട്ടുള്ള, പെർസിസ്റ്റന്റ് ഡാറ്റ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ റെസ്പോൺസിബിലിറ്റിയും ബീനിന് തന്നെ ആയിരിക്കും. സോ അതിനുവേണ്ടി JDBCയോ അല്ലെങ്കിൽ SQLJയോ അങ്ങനെയുള്ള എന്തെങ്കിലും ടൈപ്പ് സർവീസസ് യൂസ് ചെയ്തിട്ടായിരിക്കും ബീൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ഇനി കണ്ടെയ്നർ മാനേജ്ഡ് പെർസിസ്റ്റൻസ് ആണ് എന്താണെന്നാ പറഞ്ഞത്? the container provider will implement the access to database using standard application programming interfaces. But standard application programming interfaces അല്ലെങ്കിൽ APIs യൂസ് ചെയ്തിട്ടായിരിക്കും കണ്ടെയ്നർ ഈ ഡാറ്റ സ്റ്റോറിങ്ങും റീട്രൈവിങ്ങും ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് CMPയും BMPയും. അപ്പോൾ എൻറ്റിറ്റി ബീൻ എന്താണ്? റെപ്രസെൻറ്റേഷൻ ഓഫ് പെർസിസ്റ്റന്റ് ഡാറ്റ സ്റ്റോറേജ്. Entity bean represents specific data or collections of data such as a row in a relational database. Entity bean methods provide operations for acting on the data represented by the bean. അപ്പോൾ ഈ ബീനിനകത്ത് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്ന ഡാറ്റ, ഇപ്പോൾ ഒരു കസ്റ്റമർ ആണെങ്കിൽ ആ കസ്റ്റമറിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ID പോലുള്ള ഡാറ്റ, അതിനെ ബീനിനകത്തായിരിക്കും റെപ്രസെൻ്റ് ചെയ്തിരിക്കുക. ദെൻ ആ ഡാറ്റയെ അതിനകത്ത് ആക്ട് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ആ ഡാറ്റയിൽ ആക്ട് ചെയ്യാനുള്ള എന്തെങ്കിലും ഓപ്പറേഷൻസ് പെർഫോം ചെയ്യണമെങ്കിൽ അതിനുള്ള മെത്തേഡ്സും ഈ ബീനിനുള്ളിൽ തന്നെ ഉണ്ടായിരിക്കും. സോ എൻറ്റിറ്റി ബീൻ എൻറ്റിറ്റി ബീൻ മെത്തേഡ്സിലായിരിക്കും അങ്ങനെയുള്ള ആക്ഷൻസ് അല്ലെങ്കിൽ ഓപ്പറേഷൻസ് ഉണ്ടാവുക. എന്തിനുള്ളത്? ഈ ബീൻ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഡാറ്റയിൽ ആക്ട് ചെയ്യാനുള്ള സെറ്റ് ഓഫ് ഫങ്ഷൻസ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് കോഡ്. ആൻ എൻറ്റിറ്റി ബീൻ is persistent and survives as long as the data remains in the database. Persistent ആണെന്ന് പറഞ്ഞു. ഇനി രണ്ട് തരത്തിൽ നമുക്ക് എൻറ്റിറ്റി ബീനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് ആക്ഷൻ, അതായത് ഹോം ഇൻ്റർഫേസിലൂടെയുള്ള ഒരു ക്രിയേറ്റ് മെത്തേഡ് യൂസ് ചെയ്തിട്ടുള്ള ഡയറക്റ്റ് ആക്ഷൻ ഓഫ് ദ ക്ലയൻറ്റ്. രണ്ടാമത്തത് സം അതർ ആക്ഷൻ, ബീൻ്റെ സം അതർ ആക്ഷൻ ദാറ്റ് ആഡ്സ് ഡാറ്റ ടു ദ ഡാറ്റാബേസ്. അപ്പോൾ ഇതാണ് എൻറ്റിറ്റി ബീൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത കാറ്റഗറി ഓഫ് ബീൻസ് എന്ന് പറയുന്നത് മെസ്സേജ് ഡ്രിവൺ ബീൻ. Message driven beans are used in the context of JMS, Java Messaging Services. അപ്പോൾ ജാവ മെസ്സേജിങ് സർവീസിലാണ് അല്ലെങ്കിൽ അതിൻ്റെ കൂടെ വർക്ക് ചെയ്യാനാണ് നമ്മൾ മെസ്സേജ് ഡ്രിവൺ ബീൻസ് യൂസ് ചെയ്യുന്നത്. മെസ്സേജ് ഡ്രിവൺ ബീൻസ് can consume JMS messages from external entities and act accordingly. അതായത്
ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്ലെസ് കമ്പോണൻറ്റ്. മെസ്സേജ് ഡ്രിവൺ ബീൻ അല്ലെങ്കിൽ MDB എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്റ്റേറ്റ്ലെസ് കമ്പോണൻറ്റ് ദാറ്റ് ഈസ് ഇൻവോക്ഡ് ബൈ ദ കണ്ടെയ്നർ. അത് ഇൻവോക്ക് ചെയ്യുന്നത് കണ്ടെയ്നറാണ്. എപ്പോഴാണ് അത് ഇൻവോക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആസ് എ റിസൾട്ട് ഓഫ് ദ അറൈവൽ ഓഫ് എ JMS മെസ്സേജ്. അപ്പോൾ JMS മെസ്സേജസ് എന്ന് പറയുന്നത് അസിൻക്രണസ് മെസ്സേജസ് ആണ്. ആ JMS മെസ്സേജസിൻ്റെ അറൈവൽ അത് വരുമ്പോൾ ആണ് കണ്ടെയ്നർ ഈ മെസ്സേജ് ഡ്രിവൺ ബീൻ. അപ്പോൾ ആ മെസ്സേജ് വരുമ്പോൾ സം ടൈപ്പ് ഓഫ് ആക്ഷൻസ് പെർഫോം ചെയ്യണമായിരിക്കുമല്ലോ. അപ്പോൾ ആ ആക്ഷൻസ് പെർഫോം ചെയ്യാനാണ് MDBനെ കണ്ടെയ്നർ ഇൻവോക്ക് ചെയ്യുന്നത്. So it is a stateless component that is invoked by a container as a result of the arrival of a JMS message. So എന്തിന് to process asynchronously invoke ചെയ്ത് JMS മെസ്സേജസിനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് MDBs യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മെസ്സേജ് ഡ്രിവൺ ബീൻസ് യൂസ് ചെയ്യുന്നത്. So it acts as a message consumer. അതായത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള JMS മെസ്സേജ് കൺസ്യൂമേഴ്സിനെ പോലെ തന്നെ ഇറ്റ് വിൽ ആക്ട്. ഇറ്റ് ആക്ട് ആസ് എ മെസ്സേജ് കൺസ്യൂമർ ലൈക്ക് സ്റ്റാൻഡേർഡ് JMS മെസ്സേജ് കൺസ്യൂമേഴ്സ്. Okay, it receives messages from the JMS and performs business logic based on the message content. അതായത് മെസ്സേജ് റിസീവ് ചെയ്യുന്നു. അതായത് സാധാരണ JMS മെസ്സേജ് സ്റ്റാൻഡേർഡ് JMSൽ സ്റ്റാൻഡേർഡ് മെസ്സേജ് കൺസ്യൂമേഴ്സിലെ ആ കൺസ്യൂമേഴ്സിനെ പോലെ തന്നെ MDB ഈ മെസ്സേജിന് അസിൻക്രണസ്ലി വരുന്ന ഈ മെസ്സേജിനെ അക്സെപ്റ്റ് ചെയ്യുന്നു, കൺസ്യൂം ചെയ്യുന്നു. ദെൻ ആ മെസ്സേജിൻ്റെ കണ്ടന്റ് അനുസരിച്ച് JMS ടോപ്പിക്കിൽ നിന്ന് മെസ്സേജ് വരുന്നു, അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു, അതിൻ്റെ കണ്ടന്റിനനുസരിച്ചുള്ള ബിസിനസ് ലോജിക്കിനെ പെർഫോം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് മെസ്സേജ് ഡ്രിവൺ ബീൻസ് എന്ന് പറഞ്ഞാൽ? They can consume JMS messages from external entities and perform some business logic based on the content of that message. So they are stateless components that is invoked by the container as a result of the arrival of JMS message. ഒരു JMS മെസ്സേജ് വരുമ്പോഴാണ് കണ്ടെയ്നർ ഇതിനെ കോൾ ചെയ്യുന്നത്. Then it will accept the JMS message from that message from JMS topic and performs some business logic based on that content. അപ്പോൾ മറ്റേതൊരു JMS റിസീവർ റിസീവ് ചെയ്യുന്നത് പോലെ തന്നെയാണ് MDBയും JMS മെസ്സേജിനെ റിസീവ് ചെയ്യുന്നത്. സോ ഈ JMSുമായിട്ട് എലോങ് വിത്ത് വർക്ക് ചെയ്യാനാണ് നമ്മൾ MDBs മെസ്സേജ് ഡ്രിവൺ ബീൻസ് യൂസ് ചെയ്യുന്നത്. സോ ഇതാണ് 3 types of beans in EJB specification.